ഹലോ ഗായ്സ്, ഇത് പൊന്നാനി ചന്തപ്പടിയിലുള്ള പരാഗ് ഫാഷനാണ് കേട്ടോ. മുന്നേ ഞാൻ എടപ്പാൾ പരാഗിൽ പോയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് 2-3 പേര് പറഞ്ഞു ചന്തപ്പടിയിലുള്ള പരാഗിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു, ബ്ലൗസ് മെറ്റീരിയൽ, അതുപോലെ എനിക്ക് ദുപ്പട്ടയിലേക്ക് കുറച്ച് കോട്ടൺ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മാച്ചിങ് ആയിട്ടുള്ളത് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തതാണ്. നമ്മൾ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കോട്ടൺ മെറ്റീരിയൽസും അതുപോലെ റയോണിൽ പ്രിൻ്റുള്ള മെറ്റീരിയൽസ്, ഓർഗൻസ മെറ്റീരിയൽസ്, പിന്നെ ഷിഫോണിൽ ജോർജറ്റിലൊക്കെ പ്രിൻ്റുള്ള മെറ്റീരിയൽസൊക്കെ വരുന്നത് നമ്മളെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പ്രിൻ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലും കിട്ടുന്നത്. കോട്ടൺ മെറ്റീരിയലിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കോട്ടൺ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് 160, 120 ആ റേറ്റിലൊക്കെയാണ് വരുന്നത്. പിന്നെ അവിടെ ഹക്കോബ മെറ്റീരിയൽസ് ഉണ്ട്. ഹക്കോബയിൽ പ്രിൻ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഒരു റയോണ്, ഹക്കോബ, അതുപോലെ കോട്ടൺ, ഷിഫോൺ, ജോർജറ്റ്, അങ്ങനെ ഒരുവിധം ക്രേപ്പ്, അതിലുള്ള എല്ലാ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് അവിടെ. ഓവർ റേറ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒക്കെ ഒരു 250 വരെയൊക്കെയാണ് കോട്ടൻ്റെ മെറ്റീരിയൽ വരുന്നത് ലാസ്റ്റ് റേറ്റ്. പിന്നെ നൈറ്റി അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ, കുർത്തി അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് എൻ്റെ ദുപ്പട്ടയ്ക്ക് മാച്ചായിട്ടുള്ള കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ വരുന്നത് അവിടെ ഉള്ളത് ഓർഗൻസയിൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ ഉണ്ട്. പ്രിൻ്റഡ് ആയുള്ള മെറ്റീരിയലൊക്കെ ഒരു സെക്ഷനിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ നെറ്റ് മെറ്റീരിയലിൻ്റെ ഒക്കെ സെക്ഷൻ വേറെ ആയിരുന്നു. അവിടെ തന്നെ ഡൈ ചെയ്യുന്ന ആ വൈറ്റ് കളറിൽ കാണുന്നതാണ് ഡൈ ചെയ്യുന്ന മെറ്റീരിയൽസ്. അത് എടുത്തിട്ട് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുമല്ലോ, അത് അങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ആ സൈഡിലാണ് ഫുള്ള് നെറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നെറ്റിൽ നല്ല എന്താ പറയുക, കുറച്ച് തിക്കായ എംബ്രോയ്ഡറി വരുന്നതും മിനിമലായിട്ടുള്ള എംബ്രോയ്ഡറി വരുന്നതും വെൽവെറ്റിൽ എംബ്രോയ്ഡറി വരുന്നത്, അങ്ങനെ എംബ്രോയ്ഡറി മെറ്റീരിയൽസൊക്കെ ആ സൈഡിൽ അപ്പുറത്തെ സൈഡിലാണ് ഉണ്ടായിരുന്നത്. അത് കയറി വരുന്നതിൻ്റെ സ്ട്രെയിറ്റ് നേരെയായിട്ടുള്ള ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് കേട്ടോ കൂടുതലായിട്ട് തിരക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് വീഡിയോ കാര്യമായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരുവിധ ആൾക്കാരൊക്കെ നെറ്റ് മെറ്റീരിയൽ എടുക്കാനാണ് വരുന്നത്. പിന്നെ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പ്ലെയിൻ മെറ്റീരിയൽസ് ഒക്കെ ഉള്ളത്. പ്ലെയിൻ മെറ്റീരിയൽ ഷിഫോൺ ഉണ്ട്, ജോർജറ്റ്, സാറ്റിൻ, ക്രേപ്പ്, അതുപോലെ സിൽക്ക് കോട്ടൺ, സ്ലബ് സിൽക്ക്, അങ്ങനെ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അവിടെ വരുന്നുണ്ട്. വിചിത്ര സിൽക്കിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻ മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഷിഫോണ്, ജോർജറ്റ്, അങ്ങനത്തെ മെറ്റീരിയൽസാണ്. അതിൽ തന്നെ പ്രിൻറ്റ്, ചെറിയ ചെറിയ പ്രിൻറ്റുള്ള സിക്സാഗ് പോലത്തെ പ്രിൻറ്റ് വരുന്നതൊക്കെ ഷിഫോൺ മെറ്റീരിയലാണ്. പിന്നെ വൈറ്റ് കളറിൽ വരുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ബ്രൊക്കേഡ് മെറ്റീരിയൽ അതൊക്കെ വരുന്നത് റൈറ്റ് സൈഡിലാണ്. ഇത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ, നമുക്ക് സ്കേർട്ട് ഒക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള ഓണം കളക്ഷനിൽ പെട്ടിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസാണ്. കേരള സാരിയുടെ കളറിൽ വരുന്ന മെറ്റീരിയൽസാണ്. പിന്നെ വരുന്നത് ബ്രൊക്കേഡ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ബ്രൊക്കേഡിൻ്റെ ഒരു മെറ്റീരിയൽ എടുക്കണമായിരുന്നു സാരിക്ക് മാച്ചായിട്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ആ സെക്ഷനിൽ നിന്ന് കിട്ടി. 140, 180 ആ റേഞ്ചിലൊക്കെയാണ് ഈ ബ്രൊക്കേഡ് മെറ്റീരിയലൊക്കെ വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട ഒരു മെറ്റീരിയൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കയറി വരുന്നതിൻ്റെ ഭാഗത്ത് തന്നെയായിട്ടാണ് കുറേ ദുപ്പട്ടാസ് ഉണ്ട്. നല്ല ദുപ്പട്ടാസിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ജോർജറ്റിൽ ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഉണ്ട് അവിടെ. അത് നല്ല ഭംഗിയുള്ള, അതിൽ പല ഷെയ്ഡിലുള്ള നല്ല ഡിസൈനൊക്കെ ഉള്ള ദുപ്പട്ടയും കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ട് അവിടെ ഉള്ളത് കോട്ടൺ മെറ്റീരിയലും അതുപോലെ റയോൺ മെറ്റീരിയൽ, ഷിഫോണൊക്കെയാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത്. കോട്ടൺ മെറ്റീരിയലിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട്. മെയിനായിട്ട് ഞങ്ങൾ കോട്ടൺ മെറ്റീരിയൽ എടുക്കാൻ പോയതുകൊണ്ടാണ് ആ ഭാഗം കൂടുതലായിട്ട് കാണിക്കുന്നത്. നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങി എന്നുള്ളത് കാണിച്ചു തരാം. ഈ ദുപ്പട്ടയ്ക്ക് മാച്ചായിട്ട് ഞാനൊരു കോട്ടൺ മെറ്റീരിയൽ എടുത്തു. ഇതിന് 160 ആണ് പെർ മീറ്റർ വരുന്നത്. അപ്പോൾ ഇതൊരു കുർത്തി മോഡലിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ എടുത്തത് ഈ ബ്ലാക്ക് ദുപ്പട്ടയ്ക്ക് മാച്ചായിട്ട് ഞാനൊരു കുർത്തി മെറ്റീരിയൽ എടുത്തു. ഇതും കോട്ടൺ മെറ്റീരിയലാണ്. 160 ആണ് മീറ്ററിന് വരുന്നത്. അപ്പോൾ അത് എനിക്ക് മോന് ഷർട്ട് അടിക്കാനും എനിക്ക് കുർത്തി അടിക്കാനും ആയിട്ടാണ് ഞാൻ തുണി എടുത്തത്. പിന്നെ എടുത്തത് ഇതൊരു വിചിത്ര സിൽക്കാണ്. ഇത് മീറ്ററിന് 90 രൂപയാണ് വരുന്നത്. ഞാനൊരു എയർലൈൻ ഫ്രോക്ക് പോലെ അടിക്കാം എന്നിട്ട് ചെറിയ ഡിസൈനൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതിന് ലേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വരുന്ന ഒരു ലേസും എടുത്തു. അങ്ങനെ ലേസും അതുപോലെ പാൻറ്റ്, ലെഗിൻസ്, ദുപ്പട്ടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇത് ബ്ലൗസ് മെറ്റീരിയലാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്, ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യാനുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അതൊരു ഗ്രീൻ മെറ്റീരിയൽ എടുത്തു, ഒരു മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ എടുത്തത് ഒരു ഹക്കോബ മെറ്റീരിയൽ എടുത്തു. അത് എൻ്റെ അമ്മയ്ക്ക് ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഈ ഹക്കോബയുടെ പല വെറൈറ്റി പ്രിൻറ്റിലും വ്യത്യാസം വരുന്ന കുറേ മെറ്റീരിയൽ അവിടെ ഉണ്ട് കേട്ടോ.
ഇതിൻ്റെ ഒരു ബ്ലാക്ക് എടുത്തു. ഇത് അമ്മയ്ക്ക് ബ്ലൗസ് അടിക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ എടുത്തത് ഒരു സാരിക്ക് ഒരു ബ്ലൗസ് എടുത്തു. ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് എടുത്തു. 140 രൂപയുടെ മീറ്ററിന്. ഇത് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്കും ഒന്ന് അമ്മയ്ക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.